ലങ് ക്യാൻസറിന്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന യാതൊരു തരത്തിലും ശമനമില്ലാത്ത ചുമയാണ് ഇതിന്റെ ഏറ്റവും പ്രധാന ലക്ഷണം. ഇപ്പം എത്ര മരുന്ന് കഴിച്ചിട്ടും എന്തെല്ലാം റെമഡീസ് അല്ലെങ്കിൽ എന്തെല്ലാം വിധത്തിൽ നോക്കിയിട്ടും ഈ ചുമയ്ക്ക് യാതൊരു തരത്തിലുള്ള കുറവും ഉണ്ടാവുകയില്ല. വർദ്ധിച്ച് വരികയായിരിക്കും ഈ ഒരു ചുമ, ലങ് ക്യാൻസർ മൂലം ഉണ്ടാകുന്ന ചുമ. അപ്പൊ അത് ഒരു ശ്വാസം പോലെ ആയിരിക്കും. അതായത് ഒരു തവണ ചുമച്ചു തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആള് കൊളാപ്സ് ആവുന്നത് വരെയൊക്കെ ചിലപ്പോൾ ചുമച്ചു പോയി എന്ന് വരാം. പിന്നെ ഇതിനോടൊപ്പം ഹീമോപ്റ്റൈറ്റിസ്, അതായത് ഛർദ്ദിക്കുന്ന അല്ലെങ്കിൽ തുപ്പുന്നത്, കഫം തുപ്പുന്നത് മിക്കവാറും ബ്ലഡ് മിക്സ്ഡ് ആയിരിക്കും, അല്ലെങ്കിൽ ബ്ലഡ് തന്നെ ആവാനുള്ളൊരു സാധ്യതയാണ് ഏറ്റവും പ്രധാനമായിട്ടും ലങ് ക്യാൻസറിൽ കാണപ്പെടുന്നത്. പിന്നെ ചെസ്റ്റിൽ ഒരു ഹെവിനെസ് അനുഭവപ്പെടുന്നു, ചെസ്റ്റിന് അല്ലെങ്കിൽ വാരിയെല്ലുകൾക്കൊക്കെ വേദന അനുഭവപ്പെടുക, അതുപോലെ ടയേർഡ്നെസ്, വളരെയേറെ ക്ഷീണം അനുഭവപ്പെടുക, പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല, വളരെ ക്ഷീണിതനായിട്ട് കാണപ്പെടുന്നു. അതുപോലെ തലകറക്കം ഉണ്ടാവുന്നു, വിശപ്പില്ലായ്മ വരുന്നു, പ്രത്യേകിച്ച് യാതൊരു കാരണങ്ങളും ഇല്ലാതെ തൂക്കം കുറഞ്ഞു പോകുന്നു, വളരെ പെട്ടെന്ന് തൂക്കത്തിനകത്ത് വ്യത്യാസം വരുന്നു, കുറഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നു. ശ്വാസം മുട്ടല്, അതുപോലെ തന്നെ ശ്വാസം എടുക്കാനും അല്ലെങ്കിൽ വിടാനും ഒക്കെ അമിതമായിട്ട് ബുദ്ധിമുട്ടേണ്ടി വരുന്നു, അല്ലെങ്കിൽ സ്ട്രെസ് അനുഭവിക്കേണ്ടി വരുന്നു. അതുപോലെ എവിടെയെങ്കിലുമൊക്കെ ചെന്ന് കഴിഞ്ഞിട്ട് പെട്ടെന്ന് തലകറങ്ങി വീഴുന്നു, അല്ലെങ്കിൽ ക്ഷീണിതനാകുന്നു, അങ്ങനെയുള്ള ലക്ഷണങ്ങൾ ഇതോടൊപ്പം കാണാം. പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് സ്മോക്ക് ചെയ്യുന്നവരിൽ, അല്ലെങ്കിൽ ലങ് ക്യാൻസർ, ന്യൂമോണിയ പോലെയുള്ള രോഗങ്ങൾ, ക്രോണിക് ന്യൂമോണിയ പോലെയുള്ള രോഗങ്ങളൊക്കെ ഉള്ളവർക്ക് കാണുന്ന ഒരു പ്രധാന ലക്ഷണമാണ് ക്ലബിംഗ് ഓഫ് ഫിംഗേഴ്സ് എന്ന് പറയുന്നത്. അതായത് സാധാരണ നോർമൽ ആയിട്ടുള്ള ഒരാള് അവരുടെ വിരലുകൾ ഇങ്ങനെ ചേർത്ത് പിടിക്കുമ്പോൾ അതിനിടയിൽ ഒരു ക്ലീവേജ് കാണാം, അല്ലെങ്കിൽ ഒരു ചെറിയ ഗ്യാപ്പ് കാണാം. ആ ഒരു കർവേച്ചർ കൊണ്ടാണ്, ഫിംഗറിന്റെ ആ ഒരു കർവേച്ചർ കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. എന്നാൽ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള രോഗങ്ങളുള്ളവർക്ക് ഈ ഒരു കർവേച്ചർ പോകാം, അല്ലെങ്കിൽ ക്രോണിക് സ്മോക്കേഴ്സിനൊക്കെ ഈ ഒരു കർവേച്ചർ പോയിട്ട് വിരല് നേരെ ആകുന്ന ഒരു പ്രവണതയാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഗ്യാപ്പ് കാണില്ല. അതിനെയാണ് ക്ലബിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് ലങ് ക്യാൻസർ ഉള്ള ആളുകളിൽ കാണപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട ലക്ഷണം തന്നെയാണ്. അതുപോലെ തന്നെ ഈ ലങ് ക്യാൻസറിന് മെറ്റാസ്റ്റാസിസ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, അതായത് ഈ ഒരു ലങ് ക്യാൻസർ മറ്റുള്ള ഓർഗൻസിലേക്കൊക്കെ സ്പ്രെഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഫലമായിട്ട് വരുന്ന മറ്റ് സിംറ്റംസും ഇതോടൊപ്പം കാണാം. ലിവറിലേക്കൊക്കെയാണ് സ്പ്രെഡ് ചെയ്തിരിക്കുന്നുണ്ടെങ്കിൽ മഞ്ഞപ്പിത്തത്തിൻ്റെതായിട്ടുള്ള സിംറ്റംസ് കാണാം. സ്റ്റൊമക്കിലേക്ക് സ്പ്രെഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വയറുവേദന, അല്ലെങ്കിൽ വയറ്റിൽ നിന്നും ഛർദ്ദിച്ച് രക്തം പോവുക, അല്ലെങ്കിൽ മലദ്വാരം വഴി രക്തം പോവുക പോലെയുള്ള ലക്ഷണങ്ങളും ഇതിനോടൊപ്പം കാണാം. പിന്നെ ഏതെങ്കിലും അവയവത്തിലേക്ക് ഈ ഒരു രോഗം സ്പ്രെഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ലക്ഷണങ്ങളും കൂടെ ഈ ഒരു ലങ് ക്യാൻസറിന്റെ ലക്ഷണങ്ങളോടൊപ്പം ഒത്തുചേർന്ന് കാണാറുണ്ട്.